നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി അമിത് ഒറാങ്ങിനെ കുടുക്കിയത് പല ഘടകങ്ങൾ ചേർന്നാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രതിയെ കുടുക്കുന്നതിലേക്ക് നിർണായകമായി മാറിയിരുന്നു. അതായത് 24 മണിക്കൂറിനുള്ളിൽ കൊലപാതകം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കുടുക്കാനായി എന്നത് ഏറ്റവും നിർണായകമാണ്. അതിന് സഹായിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. CCTV ദൃശ്യങ്ങൾ നിർണായകമായി മാറി. ഈ പ്രതിയുടെ ഫിംഗർ പ്രിൻ്റ് നിർണായകമായി മാറി. പ്രതിയെ ചിലർ തിരിച്ചറിഞ്ഞത് നിർണായകമായി മാറി. ഇത്തരത്തിൽ പല പല ഘടകങ്ങളാണ് പ്രതിയെ കുടുക്കുന്നതിലേക്ക് നയിച്ചത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. പ്രതിയെ ചിലർ തിരിച്ചറിഞ്ഞു. ഒരു ഓട്ടോ ഡ്രൈവർ പ്രതിയെ തിരിച്ചറിഞ്ഞു എന്ന വിവരമാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ചൊവ്വാഴ്ച രാത്രിയാണ് അമിത് ഉറാങ് മാളയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയത്. കോഴിഫാമിൽ തൊഴിലാളികളായ 3 അസം സ്വദേശികളാണ് ഇവിടെ കഴിയുന്നത്. കോഴിഫാമിനോട് ചേർന്നാണ് താമസ സ്ഥലവും. ഇവിടെ വെച്ച് അമിത് വ്യവസായിയുടെ വീട്ടിൽ നിന്ന് കവർന്ന ഫോണുകളിലൊന്ന് ഓൺ ചെയ്തു. ഇത്തരത്തിൽ ഫോൺ ഓൺ ചെയ്തത് അമിതിന് വലിയ കുരുക്കായി മാറി. പോലീസ് സംഘം വിജിലൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ ഓൺ ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ ഇയാളുടെ ലൊക്കേഷൻ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ഫോൺ ഓൺ ചെയ്തതിൻ്റെ സിഗ്നൽ പിന്തുടർന്ന് കോട്ടയത്ത് നിന്നെത്തിയ പോലീസ് സംഘം മാള പോലീസിൻ്റെ സഹായത്തോടെ പരിശോധന നടത്തി. ഇന്നലെ രാവിലെ 9 മണിയോടെ അമിത് ചായ കുടിക്കാനായി പുറത്തിറങ്ങിയപ്പോഴാണ് പിടിയിലായത്. പോലീസ് പുറത്തിറക്കിയ നോട്ടീസിലെ പടവുമായി സാമ്യം തോന്നിയ ഓട്ടോ ഡ്രൈവറാണ് ആദ്യം അമിതിനെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഫോൺ സിഗ്നൽ പിന്തുടർന്നെത്തിയ പോലീസ് സംഘവും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ഓട്ടോ ഡ്രൈവർ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു. അതും ഇയാളെ കൊടുക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ തിരിച്ചറിയുകയും തടഞ്ഞു വയ്ക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്യുന്ന ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായി മാറിയത്. എന്തായാലും ഇയാൾ ഫോൺ ഓൺ ചെയ്തതാണ് പോലീസിന് ഈ ഒരു ലൊക്കേഷനൊക്കെ തിരിച്ചറിയാൻ സഹായിച്ചത്. എന്തായാലും പ്രതിയെ കുടുക്കിയ ഒരുപാട് ഘടകങ്ങളിൽ ഇതും ഏറ്റവും നിർണായകമായി മാറിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൂടാതെ ഈ CCTV ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ, ലോഡ്ജിൽ ഇയാൾ താമസിച്ച ലോഡ്ജിലെ CCTV ദൃശ്യങ്ങൾ ഒക്കെ ഈ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്നും തെളിവെടുപ്പിന് സാധ്യതയുണ്ട്. പ്രതിയുമായി ഇന്നലെ നടത്തിയ തെളിവെടുപ്പിനിടെ നിർണായകമായ CCTV ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല കൊല്ലപ്പെട്ട ദമ്പതികളുടെ ഒരു ഫോണും കണ്ടെത്തി. വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ ഇയാൾ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന രീതി പോലീസിനോട് വിവരിച്ചു. പ്രതി കോട്ടയത്ത് താമസിച്ച ലോഡ്ജിലും ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിയ കടയിലും ഇന്നെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മുൻ വൈരാഗ്യം തന്നെയാണ് കൊലയിലേക്ക് നയിച്ചത്. ഈ ഒരു മൃതദേഹം കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതായത് അത്രയും വൈരാഗ്യത്തോടെ, അതായത് ഒരു മോഷണ ശ്രമമല്ല, വെറും ഒരു കൊലപാതകം നടത്തി പോകുക എന്ന് മാത്രമല്ല പ്രതി ഉദ്ദേശിച്ചത്. അതായത് മുഖം വികൃതമാക്കുന്നു, ഇവരുടെ വസ്ത്രങ്ങൾ മാറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും വൈരാഗ്യത്തോടെ, അത്രയും കോപത്തോടെയാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും വലിയ വൈരാഗ്യത്തോടെ തന്നെയാണ് പ്രതി ഈ കൊല നടത്തിയിരിക്കുന്നതെന്നാണ്. തൻ്റെ ജീവിതം തകർത്തതിൻ്റെ പക അത് വീട്ടാനാണ് ഈ പ്രതി എത്തിയത്. ഫോൺ മോഷണ കേസ്, അതായത് ഈ അമിത് ഈ വിജയകുമാറിൻ്റെ കീഴിൽ നേരത്തെ ജോലി ചെയ്യുന്നു. ഇതിനിടയിൽ ഇയാൾ ഫോൺ മോഷ്ടിക്കുന്നു. വിജയകുമാർ പരാതി നൽകുന്നു. ആ കേസിൽ ഇയാൾ ജയിലിൽ പോകുന്നു. ഈ ഫോൺ മോഷണ കേസ് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു അമിത്. പക്ഷേ വിജയകുമാർ അത് കേട്ടില്ല. സുഹൃത്ത് ഉപേക്ഷിച്ചു പോയി. ഈ ഒരു സമയത്താണ്, അതായത് ഇയാൾ ഈ ഫോൺ മോഷണ കേസിൽ അറസ്റ്റിലാകുന്നൊരു സമയത്താണ് സുഹൃത്ത് ഇയാളെ ഉപേക്ഷിച്ചു പോയത്. മാത്രമല്ല പെൺകുട്ടിയുടെ ഗർഭം അലസി. ഇതെല്ലാം ഈ പ്രതിയുടെ പ്രതികാരം കൂട്ടി. വിജയകുമാറിൻ്റെ 2 ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രതി 2.25 ലക്ഷം രൂപ തട്ടിയെടുത്തു. കൊല നടത്താൻ ആരുടെയും സഹായം കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള ഒരു മൊഴിയാണ് പ്രതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായൊരു സംശയമാണ്, ഈ കൊലയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ. ഈ പ്രതി മാളയിലേക്ക് പോയത് അവിടെ സഹോദരനുണ്ടായിരുന്നു. സഹോദരൻ്റെ ഒരു കെയർ ഓഫിലാണ് അവിടെ എത്തിയതും അവിടെ താമസിച്ചതും. അപ്പോൾ സഹോദരൻ്റെ ഒരു സഹായം കൂടി ഈ കൊലപാതകത്തിൽ പ്രതിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെയാണ് പ്രതി കൊലപ്പെടുത്തിയത്.
പുലർച്ചെ തൃശൂർ മാളയിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കോഴി ഫാമിൽ നിന്നാണ് അമിതിനെ പോലീസ് ഇന്നലെ പിടികൂടിയത്. കൊലപാതകം നടന്ന വീടിന് 200 മീറ്റർ മാറിയുള്ള കൈത്തോട്ടിലായിരുന്നു DVR. CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVR കേസിലേറെ നിർണായകമായ തെളിവായിരുന്നു. രാവിലെയാണ് പ്രതി അസം സ്വദേശി അമിത് ഉറാങ് പിടിയിലായത്. ഈ വിരലടയാളത്തിൽ നിന്നും പ്രതി അമിത് ഉറാങ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. 6 മാസം മുൻപുള്ള ഫോൺ മോഷണ കേസിലെ വിരലടയാളവും കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന വിരലടയാളവും ഒന്ന് തന്നെയാണെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. കോട്ടയം പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. ഈ കൊലപാതക വിവരം പുറത്തിറങ്ങി 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൊലപാതകി അസംകാരൻ അമിത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞതും ഈ കേസിൽ നിർണായകമായി മാറി. പിന്നീട് അതിവേഗത്തിലുള്ള നീക്കമാണ് ഈ കൊടും കുറ്റവാളിയെ കുടുക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാതിരിക്കാൻ കഴിഞ്ഞത്. കൊലപാതകത്തിന് 3 ദിവസം മുൻപ് തന്നെ ഇയാൾ കോട്ടയത്ത് എത്തിയിരുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഇയാൾ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള വിനോ ലോഡ്ജിലാണ് മുറിയെടുത്തത്. ക്രൂര കൊലപാതകം ആസൂത്രണം ചെയ്തത് ഈ ലോഡ്ജിലെ 23-ാം നമ്പർ മുറിയിൽ നിന്നാണ്. തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയിൽ വീട്ടിൽ കയറി കൊലപാതകം. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ കോട്ടയം DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ദമ്പതികളെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ വിരലടയാളങ്ങളും അമിതിന്റെ പഴയ ഫോൺ മോഷണ കേസിലെ വിരലടയാളങ്ങളും ഒത്തുവന്നിരുന്നു. അതേസമയം 2017 ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ ഈ ദമ്പതികളുടെ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അത് CBI അന്വേഷിക്കുകയായിരുന്നു. അതിനിടയിലാണ് ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ ഇനിയൊരു അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുമോ എന്ന ചോദ്യമൊക്കെ ശക്തമാണ്. ഈ ദമ്പതികളുടെ ആവശ്യം, അവരുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് CBI അന്വേഷണം ഈ ഒരു കേസിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഈ ഒരു കേസിന് എങ്ങനെയായിരിക്കും, മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു ആശങ്ക ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. വളരെ സൂത്രശാലിയായിരുന്നു പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. 10-ലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു. പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറി ഇയാൾ ഉപയോഗിച്ചു. കൊലയ്ക്ക് ശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഭാര്യ മീരയുടെ മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തതും പ്രതിയെ കുരുക്കിയെന്നതും ശ്രദ്ധേയം. അതേസമയം ഗൗതമിന്റെ മരണം സംബന്ധിച്ച ഫയലുകൾ CBIക്ക് കൈമാറിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഗൗതമിന്റെ മരണവും ഇപ്പോഴത്തെ കൊലപാതകവും സംബന്ധിച്ച് ഒരു ബന്ധവും നിലവിൽ കണ്ടെത്തിയിട്ടില്ലെന്നും വിവരങ്ങൾ CBI സംഘത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൗതമിന്റെ മരണത്തിലെ സംശയങ്ങൾ കോടതിക്കും ബോധ്യപ്പെട്ടതാണ്. മൃതദേഹത്തിന്റെ ട്രെയിൻ തട്ടിയതിന്റെ പരിക്കുകൾ കൂടാതെ കഴുത്തിന്റെ ഇരുവശത്തും കാണപ്പെട്ട മുറിവാണ് ഇതിൽ പ്രധാനം. ഗൗതം ഓടിച്ച കാറിനുള്ളിലും രക്തം കണ്ടെത്തിയിരുന്നു. പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി രക്തം പുരണ്ട നിലയിൽ കാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മരണവിവരം പുറത്തു വന്നതിന് തലേ രാത്രി 8 മണിയോടെ ഗൗതം വീട്ടിലേക്ക് വിളിച്ച് വൈകിട്ടത്തെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചിരുന്നതായി വിജയകുമാർ പറഞ്ഞിരുന്നു. ഇങ്ങനെ സാധാരണ മട്ടിൽ സംസാരിച്ച മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന പിതാവിൻ്റെ നിലപാട്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.